മോർണിംഗ് ടു ഓൾ. നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ പഠിക്കുന്ന JNV എറണാകുളത്തെ കുറിച്ചാണ്. ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ്. ഇവിടെ കുറേ സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഞാൻ എടുത്തു പറയാം. ജിംനേഷ്യം ഉണ്ട്, മെഡിക്കൽ റൂമുണ്ട്, ഹോസ്റ്റലുണ്ട്, കഴിക്കാൻ മെസ്സുണ്ട്. ബോയ്സിനും ഗേൾസിനുമായിട്ടാണ് വേറെ സെപ്പറേറ്റ് ഹോസ്റ്റലാണുള്ളത്. പിന്നെ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അക്കാഡമിക് ബ്ലോക്ക് ഉണ്ട്, പിന്നെ മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഓഫീസ്, പിന്നെ MP ഹാൾ എന്ന് വെച്ചാൽ ഈ അസംബ്ലി ഒക്കെ നടത്തുന്ന സ്ഥലം. പിന്നെ ഈ രാത്രി നമ്മൾ ഈ സുരക്ഷിതമാണ് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി കുറേ വാർഡൻസിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇവര് നമുക്ക് എന്തെങ്കിലും ഈ പല്ലുവേദന, വയറുവേദന അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ നഴ്സുകൾ കിടന്നുറങ്ങിയിരിക്കും, എന്നാലും വിളിച്ചെണീപ്പിച്ച് നമ്മളെ കെയർ ചെയ്യാതെ അവർ വിടൂല. അതൊരു ശ്രദ്ധയാണ് നമ്മളോട്. ഞാൻ ഇവിടുത്തെ റൊട്ടീൻ പറയാം. റൊട്ടീൻ രാവിലെ 5:30 എണീക്കണം. എന്നിട്ട് മോർണിംഗ് മീറ്റിംഗ് പോകണം. ഗേൾസിനും ബോയ്സിനും മോർണിംഗ് മീറ്റിംഗ് ഉണ്ട്. 6th വരുമ്പോൾ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവില്ല, ഇച്ചിരി ഒരു 2 മാസം കഴിയുമ്പോൾ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. പിന്നെ 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. ചിലപ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് 6 മണി തൊട്ട് 7 മണി വരെ ഈ റെഡി ആവാൻ, ഈ കുളിക്കാൻ അതിനൊക്കെ ഉള്ള ടൈമുണ്ട്. 7 മണിക്ക് നമ്മൾ മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ മുമ്പിൽ വരണം. അവിടെ റോഡ് ഇതുണ്ട്. അപ്പോൾ നമ്മളവിടെ ലൈനപ്പ് ആയിട്ട് നിൽക്കണം. ഗേൾസ് ആദ്യം പോകും. മാർച്ച് മാസമാണ്. അപ്പോൾ ഈ ബാൻഡ് അടിക്കുമ്പോഴാണ് എല്ലാവരും പോകണ്ടേ. അപ്പോൾ ഗേൾസ് ആദ്യം ഇങ്ങനെ സ്കൂൾ സാവധാൻ, സ്കൂൾ വിശ്രാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. അതുണ്ട്. അവരുടെ പുറകിൽ ബോയ്സും പോവും. അത് നേരെ MP ഹാളിലേക്ക് കയറും. ആദ്യം ഒരു ഈശ്വര പ്രാർത്ഥനയുണ്ട്, പിന്നെ ഈ പ്ലെഡ്ജ് ഉണ്ട്, പിന്നെ തോട്ടുണ്ട്, വേർഡുണ്ട്, ന്യൂസ് ഉണ്ട്, പ്രസംഗമുണ്ട്, റെസിറ്റേഷൻ ഉണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ചില സമയത്ത് ഇങ്ങനെ വീഡിയോസ് കാണിച്ചു തരും. ചില പരിപാടികളൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അതിനൊക്കെ. പിന്നെ നമ്മൾ MP ഹാളിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും വീണ്ടും ബാൻഡ് കിട്ടും. അപ്പോൾ ഗേൾസ് വേറൊരു വഴിയുണ്ട് പുറകിൽ കൂടെ, അവിടെ കൂടെ പോകും. ബോയ്സ് ഫ്രണ്ടിൽ കൂടെ പോകും. അതിനാണെങ്കിൽ അവർ നേരെ ക്ലാസ്സിലേക്കായിരിക്കും പോണേ. മൊത്തം കൂട്ടി 8 പീരീഡ് ഉണ്ട്. മറ്റേ 6th 1:15 വരെ ഉള്ളൂ ക്ലാസ്. 7th 8th 9th 10th 11th 12th 1:30 വരെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ നേരെ മെസ്സിലേക്ക് പോകും. മെസ്സിൽ തിങ്കളാഴ്ച പുലാവും ചിക്കൻ കറി ഉണ്ടാകും, അല്ലാത്ത ദിവസം ചോറും ഇതൊക്കെ. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡോർമെട്രിയിലേക്ക് പോകും. എന്നാലും സംസാരിച്ചുകൊണ്ടിരിക്കും. പരീക്ഷയാണെങ്കിൽ അപ്പോൾ പഠിക്കും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണെങ്കിൽ നേരെ ഒരു 2:15 ആകുമ്പോഴത്തേക്കും തിരിച്ച് അക്കാഡമിക് ബ്ലോക്കിലേക്ക് ഇറങ്ങും റെമഡിയലിന് വേണ്ടി. എന്ന് വെച്ചാൽ ചില സമയത്ത് ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്, ചില സമയത്ത് ടീച്ചേഴ്സ് ഫ്രീ ആയിരിക്കും. അപ്പോൾ വേറെ ടീച്ചേഴ്സ് ഒന്ന് പഠിപ്പിക്കും. പിന്നെ ചില സമയത്ത് ഈ ടീച്ചേഴ്സ് വേറെ ഈ പരീക്ഷയ്ക്ക് ഇൻവിജിലേറ്ററായിട്ട് പോകാൻ വേണ്ടി പോയിരിക്കും. അത് കാരണം നമുക്ക് ഫ്രീ ആയിരിക്കും. എന്താണെങ്കിൽ 2:45 തൊട്ട് 4 മണി വരെയാണ് സ്റ്റഡി. അത് കഴിഞ്ഞ് പരീക്ഷയാണെങ്കിൽ 2:45 തൊട്ട് 4:30 വരെ ഉണ്ട്. പരീക്ഷ അല്ലെങ്കിൽ 4 മണി വരെ ഉള്ളൂ. എന്നിട്ട് നേരെ ചായ കുടിക്കാൻ പോകും. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും 4:15 ആവുള്ളൂ. എന്നിട്ട് നേരെ ഡോർമെറ്ററി പോയിട്ട് ഗെയിംസ് ഡ്രസ് ഇടും. എന്ന് വെച്ചാൽ ഹൗസ് ഡ്രസ്. ഉദയഗിരി ഉണ്ട്, ശിവാലിക്ക് ഉണ്ട്, നീലഗിരി ഉണ്ട്, അരാവലി. ഉദയഗിരി മഞ്ഞ, ശിവാലിക്ക് ചുമപ്പ്, നീലഗിരി പച്ച, അരാവലി നീല. അപ്പോൾ നേരെ നമ്മൾ ഹൗസ് ഡ്രസ് ഇട്ടിട്ട് നേരെ ഗ്രൗണ്ടിലേക്ക് റോൾ കോൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ എണ്ണ എടുക്കല്. അതിനാണെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഡിസ്പേഴ്സ് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരവരുടെ ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ തുടങ്ങും. അതിന് 5:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കളിയെല്ലാം നിർത്തിയിട്ട് സാർ വിസിലടിക്കുമ്പോൾ ഞങ്ങൾ കളിയെല്ലാം നിർത്തിയിട്ട് നേരെ ലൈനപ്പ് വെക്കും. എന്നാണെങ്കിൽ വീണ്ടും ഡിസ്പേഴ്സ് പറയും.
അപ്പോൾ നമ്മൾ നേരെ ഡോർമെറ്ററി പോയി നൈറ്റ് ഡ്രസ്സ് ഇടും. എന്ന് വെച്ചാൽ രാത്രി ഇടുന്ന ഡ്രസ്സ്. 6th ക്ലാസ്സിലാണ് 6th ക്ലാസ്സിലാണ് 6th 7th 8th ഗേൾസിന് മെസ്സിലാണ്. പിന്നെ 7th 8th മെസ്സിലാണ് ബോയ്സിൻ്റെ. പിന്നെ ബാക്കിയുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ക്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ ഈ ഷെഡ്യൂള് നല്ല ഇതാണ്. അതുകൊണ്ട് ഈ മെസ്സിലുള്ളവരാണെങ്കിൽ ഈ സ്റ്റഡി ആണെങ്കിൽ ഒരു 6:30 തുടങ്ങും. അതുകൊണ്ട് മെസ്സിലുള്ളവർക്ക് 7:45 കഴിയും. ഞങ്ങൾ നേരെ കഴിക്കാൻ പോകും. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഡോർമെറ്ററി പോകണം. സാറുമാർ അവിടേക്ക് വരും. അപ്പോഴത്തേക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് 6th വേറെ ക്ലാസ്സുകളും ഒക്കെ ഈ ബസ്സിലേക്ക് വരും. അവർ കഴിക്കും പോകും. അതിൻ്റെ റോൾ കോൾ രാത്രി ഉണ്ട്. പിന്നെ സാറ്റർഡേ ഞങ്ങൾക്ക് ഇവിടെ കുറേ ഡിവിഷൻസ് ഉണ്ട്. ജൂനിയർ ബോയ്സ്, സബ് ജൂനിയർ ബോയ്സ് ആണ് ഏറ്റവും ചെറുത് 6th ജൂനിയർ ബോയ്സ് 7th, സീനിയർ ബോയ്സ് ബാക്കിയുള്ള ക്ലാസ്സിന്. എന്നുവെച്ചാൽ അത് ഉദയഗിരി, ശിവാലിക്ക്, നീലഗിരി, അരാവലിയായിട്ട് ഡിവിഷൻ ചെയ്തേക്കുക. അതുകൊണ്ട് ഞങ്ങൾ റോൾ കോള് കഴിയാറാകുമ്പോൾ ഈ സാറ്റർഡേ മാത്രമാണെങ്കിൽ ഞങ്ങൾക്കൊരു ഹാപ്പി അവേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്നുവെച്ചാൽ സാറിങ്ങനെ കുറേ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അർമാദിക്കും. അതുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ നേരെ റോൾ കോൾ ചെയ്തിട്ട് നേരെ ഡോർമെറ്ററിനുള്ളിൽ കയറി പോയി ഞങ്ങൾ കഥയോ കളിക്കുകയോ ചിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു 10 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി 10 മണിക്ക് മറ്റേ വാർഡനൊക്കെ വിസിലടിക്കും. പക്ഷെ ഞങ്ങളോട് സാറ് പറഞ്ഞിട്ട് 10:30 കിടന്നുറങ്ങാൻ. അപ്പം ഞങ്ങൾ വാർഡനോട് പറയും ഞങ്ങൾക്ക് 10:30 കിടക്കാനാ, 6th 10 മണിക്ക് കിടക്കേണ്ടതെന്ന്. അപ്പം ഞങ്ങളാണെങ്കിൽ കുറേ നേരം കളിച്ച് ചിരിച്ച് 10:30 ആകുമ്പോഴത്തേക്കും വാർഡൻ വീണ്ടും വിസിലടിക്കും. അപ്പോൾ ഈ ചിലവരാണെങ്കിൽ വെള്ളം കുപ്പി നിറയ്ക്കാൻ വേണ്ടി കൊടുക്കും, വെള്ളം കുടിക്കാൻ വേണ്ടി. അതിന് ഞങ്ങളാണെങ്കിൽ വെറുതെ ഒരു രസത്തിന് ഈ ഉറക്കം വരാത്തവരൊക്കെ സംസാരിച്ച് കൂടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ കടന്നുറങ്ങും. പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഈ റിപ്പീറ്റഡ്. പിന്നെ ഈ സൺഡേ വേറെ റൊട്ടീനാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം. സൺഡേയും ഈ ഹോളിഡേയ്സും വേറെ റൊട്ടീനാണ്. അപ്പോൾ ഈ സൺഡേ എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഒരു ഉറങ്ങി കഴിഞ്ഞിട്ടൊരു 8 മണിക്കൊക്കെ എണീച്ചാൽ മതി. പക്ഷെ ഞങ്ങളുടെ കൂട്ടുകാരും ഞാനൊക്കെ നേരത്തെ 5:30-6 മണിക്കൊക്കെ എണീക്കും, വെറുതെ ഒരു രസം. പിന്നെ അപ്പോൾ റോൾ കോൾ ഉണ്ടാവും. അതിനാണെങ്കിൽ 2 ഹൗസ് ഉള്ളിലും 2 ഹൗസ് പുറത്തും ആണെങ്കിൽ മറ്റേ ഈ പുറത്തുള്ള വേസ്റ്റ്, ഈ തുണിയൊക്കെ ഈ നിലത്തൊക്കെ കിടക്കുന്നുണ്ടാവും ആവശ്യമില്ലാത്ത ചിലവർക്ക്. അത് ഞങ്ങൾ വേസ്റ്റിൽ ഒരു പ്ലാസ്റ്റിക്, പേപ്പർ, തുണി, ഫുഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 4 ഡിവിഷൻ ഉണ്ട്. അത് ഞങ്ങളെല്ലാം മാറ്റും. ഈ ഉള്ളിലുള്ളവരെല്ലാം ഈ ഉള്ളിൽ കൂടെ ഫുള്ളടിച്ചു വരും. എന്ന് വെച്ചാൽ പെട്ടിയൊക്കെ അടിയിലുണ്ടാവും, എല്ലാം വെള്ളി കയറ്റി വെച്ചിട്ട് ഫുള്ളടിച്ചു വരും, ക്ലീനാക്കും. അതിനാണെങ്കിൽ ഞങ്ങൾ നേരെ ഞങ്ങളാണെങ്കിൽ 9 മണിയാകുമ്പോൾ സാറ് എപ്പോഴും പറയും ഞങ്ങളോട് നേരത്തെ 9 മണിക്ക് വരണമെന്ന്. പക്ഷെ ചിലവരൊക്കെ ആണെങ്കിൽ ഈ 9:15 ആ സമയത്തൊക്കെ വരുള്ളൂ. അപ്പോൾ സാറ് നല്ല പൊട്ടിക്കൽ കൊടുക്കും. അതിനാണെങ്കിൽ ഞങ്ങൾ കഴിക്കും. ഒരു 9:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ആ ക്യാനൽ ബ്ലോക്കിൽ പോയി നൈറ്റ് ഡ്രസ്സ് ആട്ടോ ഇടുന്നത്. ഈ സൺഡേയിൽ യൂണിഫോം അല്ല. അതിനാണെങ്കിൽ ഞങ്ങൾ ആ ക്യാനൽ ബ്ലോക്കിൽ പോയിട്ട് സ്റ്റഡിക്ക് നിൽക്കും, അത് പഠിക്കും. ഈ 11:30 ആകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവും, മറ്റേ സ്റ്റഡി കഴിയും. അതിൻ്റെ ചിലവർ ഡോർമെറ്ററി പോകും. ചിലപ്പോൾ ഞങ്ങളുടെ ഈ ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിൻ്റെ കാര്യം പറയാൻ പറഞ്ഞത്. ഈ ഷോപ്പ് ഈ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ, ചിലപ്പോൾ ഈ ബിസ്വരി പ്രിന്റ് വാങ്ങിക്കാൻ, ഗ്രാഫ് പേപ്പർ വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ പറയും. മിഠായിയൊക്കെ വാങ്ങിക്കാനൊക്കെ ഉപയോഗപ്രദമാണ്. അവിടെ പഫ്സൊക്കെ കിട്ടും. അതിനാണെങ്കിൽ ഞങ്ങൾ ചിലവരങ്ങോട്ട് പോകും, ചിലവർ ഡോർമെറ്ററി പോകും. ഞാൻ ആ ഡോർമെറ്ററി ഉൾപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഡോർമെറ്ററി പോയിട്ട് ഞങ്ങൾ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഷട്ടിൽ കളിക്കാൻ തുടങ്ങി. അതിനാണെങ്കിൽ 12:45 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഇറങ്ങി മറ്റേ ബസ്സിലേക്ക് റോൾ കോളിൽ നിന്നിട്ട് ഈ എണ്ണ എടുത്തിട്ട് പോവും, നേരെ കഴിക്കും.
ഇത് എല്ലാവരും കൂടെ ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങും, ഡോർമെട്രി പോവും. ഇച്ചിരി സമയമുണ്ടോ ഈ ഹൗസ് മാസ്റ്റേഴ്സ്, അന്നത്തെ ഹൗസ് മാസ്റ്റേഴ്സ് അസൈൻ ചെയ്തതാണ് ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി സമയമുണ്ട്. ആ സമയം ഞങ്ങൾ മുതലെടുക്കും, ഷട്ടിൽ കളിക്കും. ഈ ബാക്കിയെല്ലാം ഈ സമയം കിട്ടാതെ ബാക്കിയെല്ലാം മാച്ച് കളിക്കാണ്ടെങ്കിൽ അതിനാണെങ്കിൽ ഞങ്ങൾ റോൾ കോളിലേക്കും പല സാറുമാരോട് ഞങ്ങൾ പറയാറുണ്ട്, ആ ഫ്രീ ടൈം ഞങ്ങൾ ഇച്ചിരി കളിച്ചോട്ടെ ഷട്ടില് എന്നൊക്കെ ചോദിക്കും. സാറുമാർ ഞങ്ങൾ ഉള്ളി പൂട്ടിയിടും. അതിനാണെങ്കിൽ ഒരു ഈ 4 മണിയാകുമ്പോഴത്തേക്കും ഈ വാടം നിന്ന് തുറക്കും. അതിനാണെങ്കിൽ 4:15 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ബസ്സിലേക്ക് കയറും. ചായയും റസ്ക് അല്ലെങ്കിൽ ബണ്ണല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റൊക്കെ കാണും. ചില സമയത്ത് പഴമൊക്കെ കാണാറുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ കഴിച്ചിട്ട് അന്നൊരു പ്രത്യേകതയുണ്ട്. ചിലവരൊക്കെ സ്നാക്സൊക്കെ കൊണ്ടുവരും. അന്ന് സിനിമയുണ്ട്. ആ സിനിമയ്ക്ക് എല്ലാവരും കൂടെ ആദ്യം തന്നെ ഓടി 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 അവസാനം നോക്കുമ്പോൾ എല്ലാം ലൈനിൽ നിൽക്കും. ഞങ്ങൾ അവസാനം പോയി നിൽക്കും. അവസാനമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നമ്പർ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പൊക്കോളാൻ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒറ്റ ഓട്ടം ഓടിയിട്ട് നേരെ ബിഹാറിൽ കയറി. ഗേൾസ് വരുന്ന സമയം, ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ സംസാരിച്ച് കൂടിയൊക്കെ നിൽക്കും. അതിന് ഗേൾസ് വന്നു കഴിയുമ്പോൾ സിനിമ തുടങ്ങും. സിനിമകളെല്ലാം മിക്ക സിനിമകളും ഹിന്ദിയാണ്. പിന്നെ മലയാളം ഇംഗ്ലീഷും നല്ലോണം ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് ഉണ്ടാവാറില്ല. ആയിട്ടാണെങ്കിൽ സിനിമ കഴിക്കൊരു 7 മണിക്കൊക്കെ സിനിമ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ കുറേ നേരം ട്രെയിലർ ഈ കൈക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് 8 മണി ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ബസ്സിലേക്ക് വിടും. ആ സമയത്താണെങ്കിൽ ഈ ഗേൾസ് പോയിട്ടാണ് ഞങ്ങൾ വിടുന്നത്. അപ്പോൾ ഈ ഗേൾസ് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ പാട്ട് വയ്ക്കും. ഞങ്ങൾ ഡാൻസൊക്കെ കളിക്കും. അതിനാണെങ്കിൽ ഗേൾസ് പോകുമ്പോൾ ഞങ്ങൾ അതിൻ്റെ പുറകിൽ പോകും. അതിനാണെങ്കിൽ നേരെ ബസ്സിലേക്ക് പോകും. അന്ന് ചോറ് കഴിച്ചിട്ടാണെങ്കിൽ രാത്രി നേരെ ഡോർമെട്രിയിൽ പോകും. റോൾ കോള് ഞങ്ങൾ റോൾ കോള് കഴിയുമ്പോഴത്തേക്കും ഡോർമെട്രിയിൽ കയറും. നേരത്തെ പോലെ തന്നെ 10 മണിക്ക് വിസിലടിക്കും. ഞങ്ങൾ പറയും ഞങ്ങളുടെ സമയമല്ല. അത് കഴിഞ്ഞിട്ട് 10:30 വീണ്ടും വിസിലടിക്കും. അപ്പോൾ കുപ്പി നിറയ്ക്കാൻ കൊടുക്കും വെള്ളം. അതുകൊണ്ടാണെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് കഥകളൊക്കെ സംസാരിച്ചുകൊണ്ട് വരും. കാരണം ഈ സൺഡേ കുറേ ടൈമിൽ അത് കാരണം അതിനുണ്ടെങ്കിൽ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിട്ട് കിടന്നു കൊടുക്കും. ഇത്രേ ഉള്ളൂ ഈ റൊട്ടീൻ. ഇത്രയും കേട്ട് ഇഷ്ടമായവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇച്ചിരി കൂടെ ഒത്തിരി പറഞ്ഞു കിട്ടുള്ള, എന്നാലും ഇച്ചിരി കൂടെ പറയാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ഡേ അന്നൊക്കെ ഈ സൺഡേ റൊട്ടീൻ തന്നെയാണ്. ഈ സൺഡേയിൽ ഈ പരീക്ഷ ഉള്ള സമയത്തൊക്കെ ഈ സിനിമ വയ്ക്കൂല. അന്ന് വേറെ റൊട്ടീനായിരിക്കും. അന്ന് സ്റ്റഡി നിറച്ചുണ്ടാവും. അത് സാധാ പോലെ തന്നെ. ലീവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓണം, ക്രിസ്മസ്, മറ്റേ പിന്നെ ഈ ആനുവൽ ഡേ കഴിഞ്ഞിട്ടായിരിക്കും വേറെ ലീവ്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ നബിദിനം ആ സമയത്തൊക്കെ ലീവുണ്ട്. പിന്നെ ചില ഈ നമുക്ക് വേണമെങ്കിൽ പേഴ്സണൽ വിഷയത്തിന് വേണ്ടി ലീവ് എടുക്കാം. എന്ന് വെച്ചാൽ കല്യാണം, പിന്നെ ഈ സിക്ക് ലീവ് എന്ന് വെച്ചാൽ നമുക്ക് പനിയൊക്കെ ആണെങ്കിൽ ലീവ് എടുക്കാം. അതിന് തിരിച്ചു വരുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവരണം. അവിടെ നേഴ്സ് മേഡം ഉണ്ട്. ഇപ്പം ഈ മരുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ നേഴ്സ് മേഡത്തിന് കൊടുക്കണം. നമ്മുടെ കൈ വയ്ക്കാൻ പാടില്ല. എന്നിട്ട് നമ്മളവിടെ സൂക്ഷിച്ച് വെക്കണം. എന്നും അതെടുക്കാനുള്ള സമയത്ത് നമ്മൾ വന്ന് കഴിക്കണം. അല്ലെങ്കിൽ നേഴ്സ് മേഡം നല്ല വഴക്ക് പറയും. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.